ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെളിച്ചെണ്ണ കൊണ്ടാണ്. നമ്മളെ തലമുടിക്ക് പറ്റിയ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തലമുടി വലുതാവാനും താരം പോവാനും തലയോട്ടിൽ രക്തോട്ടം ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി വെളിച്ചെണ്ണയാണത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തേച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ കാഴ്ചെടുക്കാനായിട്ട് ഞാനിവിടെ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് ഒന്ന് കാണാം. ഞാനിതാ ഇതിലേക്ക് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മൈലാഞ്ചിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, തുളസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്കാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂട്ടക്കാഴ്ചയായി ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ വയ്യ. പിന്നെ എടുത്തിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 3 തണ്ട് കറ്റാർവാഴയാണ്. പിന്നെ ഉലുവ. ഇത്രയാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രാണികളുണ്ടാവും, 8 കാലിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവും ചെറിയത്. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ നമ്മളെ തലയോട്ടിൽ പല ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് കറക്കിയെടുക്കണം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കറക്കിയെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുത്ത് വരാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഞാനിവിടെ നല്ലോണം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര കറക്കിയെടുത്താൽ മതി, ഇതിനേക്കാളും അരഞ്ഞു പോവരുത്. ഞാൻ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ലിറ്റർ അളവിലാണ് വെളിച്ചെണ്ണ കാച്ചാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ല വെളിച്ചെണ്ണ എടുക്കണം കാച്ചുമ്പോൾ, അതാണ് നല്ലത്. ഇനി നമുക്കിതൊരു ചട്ടകം വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഒലിവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കാച്ചിയെടുക്കാം. ഞാനിതാ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ വെളിച്ചെണ്ണ ആയാലും എണ്ണ ആയാലും ഇതുപോലെ കാച്ചെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കാച്ചെടുക്കാൻ. എന്നാലാണ് ഇതിലുള്ള സെത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇറങ്ങി കിട്ടുള്ളൂ. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, വെളിച്ചെണ്ണ ഒക്കെ വറ്റി പോവും ചെയ്യും. അപ്പോൾ ഇതിലത്തെ സെത്തൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് കാച്ചെടുക്കുക, വെളിച്ചെണ്ണ ആയാലും എണ്ണ ആയാലും. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന